അമിതാഭ് ബച്ചൻ ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബിയാണ്. താരവും താരകുടുംബവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ എന്നും വളരെയധികം ശ്രദ്ധിക്കപ്പെടാറുണ്ട്. നമുക്കറിയാം, സിനിമയിൽ ബച്ചൻ ചെയ്യാത്തതായി ഒന്നും തന്നെയില്ല, പ്രത്യേകിച്ച് ഒരു വേഷവും. പക്ഷേ തന്റെ കരിയറിലുടനീളം ബച്ചൻ അകലം പാലിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അതാണ് സിനിമയിലെ ചുംബന രംഗം. തന്റെ ഓരോ കാലഘട്ടത്തിലും ബച്ചൻ ചുംബന രംഗത്തിൽ അഭിനയിക്കാൻ മടി കാണിച്ചിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ബച്ചൻ ആ നിയമമങ്ങ് തെറ്റിച്ചു, അതും 60-ാം വയസ്സിൽ. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ബച്ചൻ തന്റെ നിയമം തെറ്റിക്കുന്നത്. ബച്ചൻ ആദ്യമായി ചുംബന രംഗത്തിൽ അഭിനയിക്കുമ്പോൾ കൂടെ അഭിനയിച്ച നടി റാണി മുഖർജിയാണ്. ഇരുവരുടെയും കരിയറിലെ വലിയ സിനിമകളിൽ ഒന്നാണ് ബ്ലാക്ക്. ചിത്രത്തിലെ പ്രകടനത്തിന് ബച്ചനെ തേടി ദേശീയ പുരസ്കാരമെത്തി. റാണിക്കാകട്ടെ മികച്ച നടിക്കുള്ള ഫിലിംഫെയറും ഈ ചിത്രത്തിലൂടെ ലഭിച്ചു. ചെവി കേൾക്കാനും സംസാരിക്കാനും സാധിക്കാത്ത പെൺകുട്ടിയായാണ് റാണി അഭിനയിച്ചത്. ആ പെൺകുട്ടിയുടെ പരിശീലകനായിട്ടാണ് ബച്ചൻ സിനിമയിലെത്തിയത്. ഈ ചിത്രത്തിൽ അഭിനയിച്ചതിന് പ്രതിഫലമൊന്നും ബച്ചൻ വാങ്ങിയിരുന്നില്ല എന്നും അന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിലെ ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബച്ചനേക്കാൾ 36 വയസ്സിന്റെ ചെറുപ്പമുണ്ടായിരുന്നു റാണി മുഖർജിക്ക്. ഇതിലെ പ്രധാന കാര്യം ഇതാണ്: റാണി മുഖർജിയും അഭിഷേക് ബച്ചനും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് സിനിമയിലെ ചുംബനരംഗം ചെയ്യുന്നത്. ബച്ചനും റാണിയും തമ്മിലുള്ള ചുംബനരംഗം ആരാധകരെ പോലെ തന്നെ ബച്ചൻ കുടുംബത്തിലും വലിയ ഞെട്ടലുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അഭിഷേകും റാണിയും യുവ എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടെയാണ് പ്രണയത്തിലാകുന്നത്. റാണിയെ തന്റെ മരുമകളാക്കുന്നതിൽ ജയാ ബച്ചനും സമ്മതം അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് ബ്ലാക്ക് പുറത്തിറങ്ങുന്നത്. പിന്നീടാണ് ഈ ബന്ധത്തിൽ ചില വിള്ളലുകൾ ഉണ്ടായത്. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു പിന്നീട് റാണിയും അഭിഷേകും പിരിഞ്ഞ വാർത്ത പുറത്തുവരുന്നത്. ചില റിപ്പോർട്ടുകൾ പറഞ്ഞത് ബ്ലാക്കിലെ ബച്ചന്റെയും റാണിയുടെയും ചുംബന രംഗമാണ് പ്രണയത്തകർച്ചയുടെ കാരണമെന്നാണ്. അഭിഷേക് പിന്നീട് ഐശ്വര്യ റായിയെ വിവാഹം കഴിച്ചു. അന്ന് അഭിഷേക് ബച്ചനുമായി പിരിഞ്ഞ ശേഷം റാണി മുഖർജി പിന്നീട് നിർമ്മാതാവ് യാഷ് ചോപ്രയുടെ മകനും നിർമ്മാതാവുമായ ആദിത്യ ചോപ്രയെ വിവാഹം ചെയ്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.